ബസ്സിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. എന്തിനാണ് ഈ അമ്മച്ചി വടിയും കൂന്നി ഇരിക്കുന്നതെന്നായിരുന്നു ആദ്യത്തെ എൻ്റെ സംശയം. വനത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഊന്നുവടി കാണും. ഇവരെല്ലാവരും ടൗണിൽ സാധനങ്ങൾ വാങ്ങാൻ പോയവരാണ്. 10-20 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇവർക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിക്കാൻ പോകാൻ. എല്ലാവരും പ്രായമുള്ളവരാണ്. ഒരു മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ടൗണിൽ പോയി ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമെന്നാണ് ഇവർ പറഞ്ഞത്. യാത്രയ്ക്ക് ഒരു അമ്മച്ചിയും കൂടെ കൂട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ. അമ്മച്ചി കടയിൽ സാധനമൊക്കെ വാങ്ങിക്കാനും ബാങ്കിലൊക്കെ പോയതാണ്. അപ്പം എനിക്ക് അമ്മച്ചിയുടെ അടുത്താണ് സീറ്റ് കിട്ടിയത്. നമ്മൾ ഏറ്റവും ഫ്രണ്ടിലായിരിക്കുന്നത്. അമ്മച്ചിയുടെ പേരെന്താ? വല്യമ്മ എന്നാണ് അമ്മച്ചിയുടെ പേര്. വീട്ടിലാരൊക്കെ ഉണ്ട്? മക്കളൊക്കെ തമിഴ്നാടാ. ഈ ആറൊക്കെ മലവെള്ളം വരുന്ന സമയത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ ആനകളെല്ലാം വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഈ കാണുന്നത്. 150ഓളം കുടുംബങ്ങൾ ഇതിന്റെ മുകളിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ. ഇനി നമ്മൾ അവർക്ക് വേണ്ടി എത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താലും ഈ കാടും മലയും ഉപേക്ഷിച്ച് വരാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല. നല്ല ശുദ്ധവായുവും ആയുസ് കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വസിക്കണമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ജനവാസ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഇവർക്ക് പ്രധാനമായും കൃഷി തന്നെയാണ് ഇവരുടെ വരുമാന മാർഗം. ഒരുപാട് കന്നുകാലികളെ വളർത്തുന്നുണ്ട് ഇവിടെ. ഇതാ ഈ കാണുന്നത് ഒരു കടയാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഓടിച്ചെന്ന് വാങ്ങാൻ പറ്റുന്ന ചെറിയൊരു കടയാണ്. ഇവിടെയാണ് ഒരു ബസ് സ്റ്റോപ്പ് വരുന്നത്.